ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഇരട്ടിയാക്കി. മിഡിൽ ഈസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പല ഘട്ടങ്ങളിലായി ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാൻ കാരണമാകും എന്നുകൂടി ഇസ്രായേൽ വിലയിരുത്തുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമോണ നെഗേവ് മരുഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിൻ്റെ ആണവ റിയാക്ടറും കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വ മേഖലയിലും സുരക്ഷ ഇരട്ടിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ മേഖലയിലാണ് ആണവായുധം ഉണ്ടത് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയോ ഇസ്രായേൽ അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെയാണ് സാധ്യതകൾ വിലയിരുത്തുന്നത്. ഇതിന് മുൻപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ തന്നെ പറഞ്ഞിരുന്നു, 6-ലധികം മേഖലയിൽ തങ്ങൾ ഇസ്രായേലിൻ്റെ ആണവ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അവരുടെ ശാസ്ത്രജ്ഞന്മാരുടെ അടക്കം ബയോഡാറ്റകൾ ഓൺലൈൻ വഴിയും ഈ സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിക്കുകയും ചെയ്തു. വളരെ കൃത്യതയോടും വ്യക്തമാവുന്ന തരത്തിലും തങ്ങൾക്ക് അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇറാൻ്റെ അന്നത്തെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പിന്നീട് ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ അത് ശാന്തമായി, അതേക്കുറിച്ചുള്ള ചർച്ചാ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലാണ് ഇറാനിൽ ആരംഭിച്ചിരിക്കുന്ന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്കയ്ക്കുള്ള താല്പര്യത്തോടൊപ്പം തന്നെ ഇസ്രായേലിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി തങ്ങൾ പിന്തുണ നൽകും എന്ന് ഇസ്രായേൽ പറയുകയും അതിൻ്റെ തൊട്ട് പിറകെയായിട്ട് വേണ്ടി വന്നാൽ സൈനികരെ അയക്കുമെന്ന് അമേരിക്ക പറയുകയും ചെയ്തതോടുകൂടി യുദ്ധത്തിന് പുതിയൊരു മാനവും പുതിയൊരു തലങ്ങളുണ്ടായി. ഇറാൻ്റെ ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന സുപ്രീം ലീഡർ അതിന് പ്രതികരിച്ചുകൊണ്ട് മറുപടി പറയുകയും ചെയ്തു. തങ്ങളുടെ രാജ്യത്തിന് നേരെ അമേരിക്ക അടക്കമുള്ള ഏതൊരു സൈനിക ശക്തിയോ സംവിധാനങ്ങളോ ആക്രമിക്കപ്പെട്ടാലും അതേ നാണയത്തിൽ അതേ നിമിഷം കൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ മാത്രം പ്രാപ്തിയും കരുത്തും ശക്തിയുമുള്ള സംവിധാനം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നത് ഇതിനു മുൻപ് ഞങ്ങൾ തെളിയിച്ച കാര്യമാണ്. അത് ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തോടനുബന്ധിച്ചാണ് തങ്ങൾ അത് തെളിയിക്കപ്പെട്ടത്. അതിശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെയും ഹൈപ്പർസോണിക് മിസൈലിൻ്റെയും ആക്രമണത്തിന് മുമ്പിൽ പകച്ചു പോയ ഇസ്രായേലിനെ ലോകം കണ്ടതാണ്. അതിൻ്റെ ആവർത്തനം ഇനിയും ഉണ്ടാകും. തങ്ങൾ ഇസ്രായേലിനെയും ആക്രമിക്കും. അങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ടാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വീണ്ടും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനത്തിലേക്ക് ഒരുങ്ങിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ ഇസ്രായേലിൻ്റെ സക്കറിയ മേഖല എന്ന് പറയുന്നത് ജെറീക്കോ ബാലിസ്റ്റിക് മിസൈൽ സൂക്ഷിക്കപ്പെട്ട മേഖലയായിട്ട് കണക്കാക്കുന്നു. ആ മേഖലയിലും സുരക്ഷ ഇരട്ടിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പാൽ മജീം എന്ന് പറയുന്ന എയർബേസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഈ മേഖല അതായത് സർവ്വ മേഖലയിലും പ്രത്യേകിച്ച് ആണവായുധ മേഖലയിൽ ആക്രമണം നടത്തി കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ആണവായുധ സ്ഫോടനം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ പ്രദേശത്തുണ്ടാകുന്ന അവസ്ഥാ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. 80-90 ആണവായുധങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലും ഉണ്ട് എന്നതാണ് അനൗദ്യോഗിക വെളിപ്പെടുത്തൽ. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരീകരിക്കുകയോ അവർ ലോകത്തോട് അത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് സാധാരണഗതിയിൽ അവർ സ്വീകരിക്കാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ രീതിക്കൊക്കെ വലിയ മാറ്റം വന്നു. ആദ്യ ഘട്ടത്തിലൊക്കെ ഇസ്രായേൽ വലിയ പിന്തുണ ഇറാന് നൽകിയിട്ടുണ്ടെങ്കിലും പതുക്കെ അതിൻ്റെ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത്. കാര്യം ഇതൊരു അപകടാവസ്ഥയിലേക്ക് എത്തും എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭകാരികൾക്ക് വലിയ പിന്തുണ നൽകുന്നു. തങ്ങൾ വേണ്ടി വന്നാൽ ആയുധം നൽകും, വേണ്ടി വന്നാൽ ഇറാൻ്റെ തലസ്ഥാനത്ത് തങ്ങൾ ആക്രമണം നടത്തും. ഏത് രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല, കപ്പലിനെ ആക്രമിക്കും അല്ലെങ്കിൽ ആ മേഖലയിലുള്ള സംവിധാനത്തെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭകാരികളോട് സർക്കാർ മന്ദിരങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കൂ, നിങ്ങൾക്ക് പറയാൻ ഞങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിന് ആയത്തുള്ള അലി ഖംനായി പറഞ്ഞിരിക്കുന്ന കാര്യം രാജ്യത്തുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ ആക്രമിക്കുകയോ അത്തരം പ്രവൃത്തികളോ ചെയ്താൽ രാജ്യദ്രോഹികളായി കണ്ടെത്തിക്കൊണ്ട് വെടിവെക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ദയാകാരുണ്യമില്ലാത്ത രീതിയിൽ തന്നെ അക്രമകാരികളെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി സൈനികർക്ക് നേരിട്ട് നൽകിയിരിക്കുകയാണ്. ഒരു ഉത്തരവിൻ്റെ കാര്യമൊന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ പ്രവൃത്തി ചെയ്യാം എന്നുള്ളതാണ് സുപ്രീം ലീഡറുടെ ഉത്തരവ്. സുപ്രീം ലീഡറെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ടുണ്ടായതൊന്നും അല്ല. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, 4-ലധികം തവണ
ആയത്തുള്ള അലി ഖംനായി അധികാരത്തിലേറിയതിന് ശേഷം സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഇറാൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ വെപ്രാളപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിജീവിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇറാന് സാധിക്കും. കാരണം ഇറാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് എന്ന് മാത്രം. അപ്പോൾ ഇതിന് മുൻപ് പല പത്രങ്ങളും മീഡിയക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ സുപ്രീം ലീഡർ രാജ്യം വിട്ടുപോയി ഇറാനിലേക്കാണ് പോകുന്നത്, വലിയ സംവിധാനത്തോടുകൂടി വലിയ സമ്പത്തൊക്കെ എടുത്ത് കൊണ്ടാണ് പോകുന്നത് എന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ വെറുതെ ആയിരുന്നു, വെറുതെ ആണെന്ന് ഇപ്പോഴത്തെ വാർത്തയിൽ ഈ പറയപ്പെട്ട മീഡിയകൾ തന്നെ പറയുന്നുണ്ട്. അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതും നേതൃത്വം നൽകുകയാണ് എന്നുള്ളതും അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടി ഇറാൻ കരുത്ത് നേടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള എല്ലാ റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടേതുമായിരിക്കുന്ന ഒരു പ്രസ്താവന കൂടി വന്നതോടുകൂടി യുദ്ധത്തിന് പുതിയൊരു മാനും പുതിയൊരു തലവും ഉണ്ടായിരിക്കണം. അവർ പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്: ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ ഏത് തരത്തിലുള്ള ആക്രമണമാണെങ്കിലും അതിൻ്റെ തിരിച്ചടിയിൽ തീർച്ചയായിട്ടും തങ്ങൾ അതിൽ പങ്കാളിയായിരിക്കും എന്ന് റഷ്യ പറയുന്നു. കാര്യം റഷ്യക്ക് അവരുടെ വെനിസുല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ കപ്പൽ പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യമായിട്ട് റഷ്യയാണോ അമേരിക്കയാണോ ഈ മുന്നിട്ട് നിൽക്കുന്നത് എന്ന തരത്തിൽ അവർ തമ്മിൽ കൊമ്പ് കോർക്കാൻ തുടങ്ങിയിട്ട് 1945 രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇങ്ങോട്ടുള്ള അത്രയും വർഷത്തെ പഴക്കമുണ്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ, ഇന്ന് റഷ്യ ആണെന്ന് മാത്രം. 75 വർഷത്തിലധികം പഴക്കമുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും ഏറ്റുമുട്ടുന്നത്. അപ്പോൾ വെനിസുലയിൽ നിന്ന് റഷ്യയുടെ പതാക പതിച്ചിരിക്കുന്ന കപ്പൽ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ റഷ്യ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതെന്നാൽ റഷ്യയുടേതല്ല. അവർ ആ സമയത്ത് അവർ പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുള്ള ഒരു സമയത്ത് അതിൻ്റെ കപ്പലിൻ്റെ ചില ഭാഗങ്ങൾ ചുരണ്ടിക്കൊണ്ട് അവിടെ റഷ്യയുടെ പതാക പിടിപ്പിച്ചതാണ്, അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചതാണ് എന്ന തരത്തിലുള്ള ഒരു വിഷയങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും റഷ്യ പ്രതിരോധിക്കുന്ന അമേരിക്കയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഗസയിലും അങ്ങനെയാണ്. ഗസയിൽ ഏറെക്കുറെ പാലസ്തീൻ അല്ലെ ഹമാസിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്ത രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനെതിരെ പ്രതികൂലമായിരിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുകയും ആ പ്രവൃത്തി ചെയ്യുന്നതും അമേരിക്കയാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ, അതായത് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അവരുടെ മുഖ്യ ശത്രു അമേരിക്കയാണ് എല്ലാ കാലത്തും, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അവരെ പ്രതിരോധിക്കൽ അനിവാര്യമാണ്. അവരെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിൽ അതിലെല്ലാം ഇസ്രായേൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ഒരു നോട്ടപ്പുള്ളിയാണ്, പ്രത്യേകിച്ച് ഇറാൻ്റെ. റഷ്യയും വളരെ രൂക്ഷമായ രീതിയിൽ ഗസക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്, പിന്നീടും പ്രതികരിച്ചിട്ട് പല ഘട്ടങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടും അംഗീകരിക്കാത്ത രാജ്യങ്ങളിൽ റഷ്യ ഉണ്ട് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സ്ഥിതി ഭയാനകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആണവായുധ കേന്ദ്രങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഡിമോണ നെഗേവ് മരുഭൂമി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറെടുക്കുന്നു, അല്ലെ പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന കാര്യം ചോർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ഗവൺമെൻറ് ഉദ്യോഗ തലത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു എന്നും പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിപ്പോൾ ഒരു യുദ്ധസമാന സാഹചര്യമാണെങ്കിൽ ടാങ്കുകൾ വെച്ചും സൈനികർ വെച്ചും കവചിത വാഹനങ്ങൾ വെച്ചും ഒക്കെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. ആകാശ മിസൈൽ ആക്രമണമാണ്, അല്ലെ ബാലിസ്റ്റിക് മിസൈലോ ഹൈപ്പർസോണിക് മിസൈലോ കൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സൈനികർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് എന്ത് ബദൽ സംവിധാനം എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നു. അതിന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്ത് എന്തെങ്കിലും യുദ്ധം നടന്നിട്ടുണ്ട് അതൊക്കെ ആകാശ യുദ്ധങ്ങളാണ്, കരയുദ്ധങ്ങളല്ല. ഇപ്പോൾ ഗസയിൽ നടത്തിയത് യഥാർത്ഥത്തിൽ ആകാശയുദ്ധമാണ്. ആകാശയുദ്ധത്തെയാണ് ഹമാസിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത്. കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നതും ആക്രമിക്കുന്നതും നശിപ്പിക്കുന്നതും സൈനികരെ പിടികൂടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്, ഒരുപാട് നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിമാനങ്ങളില്ല, എയർപോർട്ടുകളില്ല, സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഗസയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു യുദ്ധവിമാനങ്ങൾ പുറപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പ്രതിരോധം തീർക്കുന്നത് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭയാശങ്ക അവർക്ക് വന്നിരിക്കുന്നു. അവർ വലിയ ഭയപ്പാടിലാണ്, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. തങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അത് ആണവ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ നാശങ്ങളുടെ വ്യാപ്തി എത്രയെന്ന് കൃത്യമായി പറയാൻ പോലും സാധിക്കില്ല. മാത്രമല്ല ആണവായുധം
ഉണ്ട് എന്ന് ഇതുവരെ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. ഇറാൻ ആക്രമിക്കുകയും അത് നശിപ്പിക്കപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ മരണങ്ങളോ വിഷയങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ആണവായുധമില്ല എന്ന് ഒരു മുമ്പ് പറഞ്ഞതാണ്. പിന്നെ എങ്ങനെ ആണവായുധം ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ അത്രയ്ക്ക് രണ്ട് ഭാഗത്തുനിന്നും ലോകാടിസ്ഥാനത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഈ വിഷയമായിട്ട് ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതും അത് അവർ പ്രയാസത്തോടു കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.